Hello children, let's do some problems related to perfect cube. See the question. Is 1188 a perfect cube? If not, by which smallest natural number should 1188 be divided so that the quotient is a perfect cube? The question is 1188 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ലെങ്കിൽ ഏത് സ്മോളസ്റ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലാണ് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് ഈസ് ദിസ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. ഫോർ ദാറ്റ് വി ഹാവ് ടു ഫാക്ടറൈസ് ദ നമ്പർ 1188 നമ്മൾ 2 കൊണ്ട് ആദ്യം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5, 9, 4. Again we are factorizing by 2. We get 2, 9, 7. Again നമുക്കിതിന് ഇനി 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. So we take the next prime number 3. 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ here it comes 9. Here also 9. Again we can factorize by 3. 33 will come. Again 3 on the factorize we get 11. 11 is a prime number. So 1188 is equal to 2 into 2 into 3 into 3 into 3. Now let's check whether it is a perfect cube. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഈ ഫാക്ടേഴ്സിനെ നമ്മൾ 3 എണ്ണത്തിന് ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ 2നെ നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല, 3നെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. സോ 1188 ഇസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. സോ ഇത് പെർഫെക്റ്റ് ക്യൂബ് ആവണമെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് പെർഫെക്റ്റ് ക്യൂബ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഹിയർ ഓൾസോ 11 കൂടെ വരും കേട്ടോ. ഓക്കെ, 11 വിൽ കം. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവുകയെന്ന്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവണമെങ്കിൽ ഇവിടെ 2 into 2 11 ഈ 3 നമ്പേഴ്സാണ് നമുക്ക് പെയർ ചെയ്യാൻ കിട്ടാത്തത്. അപ്പോൾ ഈ 3 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് ബി divided by 2 into 2 into 11. Okay, what is 2 into 2 into 11 is 44. So it must be divided by 44 to get a perfect cube. Okay, ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1188 divided by 44 which is equal to we get 27. 27 is a perfect cube, which is a perfect cube. Okay, so this is the answer. Now see the next question. Is 68,600 a perfect cube? If not, find the smallest number by which 68,600 must be multiplied to get a perfect cube. അപ്പോൾ ഈ നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് ചെക്ക് ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് പെർഫെക്റ്റ് ക്യൂബ് ആവുകയെന്ന്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. 68,600 we can factorize this by 2. Here comes 3, 4 is 300. Again we can factorizing by 2. We get 17150. Again 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 8575. Again നമുക്കിതിന് ഇനി 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ടും പറ്റില്ല. നെക്സ്റ്റ് 5 കൊണ്ടാണ് ചെയ്യാൻ പറ്റുക. ഹിയർ 17 then 15. Okay, again നമ്മൾ 5 കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 3
4 3. വീണ്ടും 7 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക. 5ൽ അത് പോവില്ല, അപ്പോൾ നെക്സ്റ്റ് പ്രൈം നമ്പർ 7 ആണ്. അപ്പോൾ നമ്മൾ 7 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 34ൽ 4 ടൈംസ് വരും, 28. ബാക്കി 6 ഉണ്ടാവും, 6ഉം 3ഉം 63. 63ൽ 9 ടൈംസ്. ഓക്കെ, 49 അഗെയിൻ 7 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 49 7ൽ 7 ടൈംസ്. ഓക്കെ, സോ 68,600 is equal to 2 into 2 into 2 into 5 into 5 into 7 into 7 into 7. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിനെ 2നെ നമുക്ക് 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നുണ്ട്, 5നെ പറ്റില്ല, 7നെ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. സോ വി ക്യാൻ റൈറ്റ് 68,600 is not a perfect cube. ഓക്കെ, അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5ൻ്റെ 2 നമ്പർ വന്നിട്ടുണ്ട്, ഒരു 5ഉം കൂടെ വന്നാൽ നമുക്ക് അതിനെ പെയർ ചെയ്യാം അല്ലേ, 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇറ്റ് മസ്റ്റ് ബി multiplied by 5 to get a perfect cube. Okay, അപ്പം 68,600 into 5 multiply ചെയ്യുമ്പോൾ we get 3,43,000 ആൻസർ വരും. സോ വിച്ച് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സിൽ ചെയ്തിരുന്ന സെയിം മെത്തേഡ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോബ്ലംസും നിങ്ങൾ നോട്ടിൽ കോപ്പി ഡൗൺ ചെയ്യുക. അതേപോലെ എക്സസൈസ് 7.1ലെ പ്രോബ്ലംസും ക്വസ്റ്റ്യൻ നമ്പർ 1ലെ പ്രോബ്ലംസും സെയിം ഇതേപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1 ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സസൈസിൽ നെക്സ്റ്റ് സെക്കൻഡ് പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.